എൻ്റെ പേര് സ്വപ്നകുമാർ. ഞാൻ ചെങ്ങന്നൂരിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ സാക്ഷ്യം പറയുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു അഭിലാഷമായിരുന്നു. കാരണം ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിലെ അംഗമായിരുന്നു. കാരണം ഞാൻ അമ്പലത്തിലെ ഒരു ട്രസ്റ്റി കൂടിയൊക്കെ ആയിരുന്നു. ഞാൻ ദൈവവിശ്വാസം എന്ന് പറയുന്നത് എനിക്ക് പ്രാർത്ഥിക്കാനോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ വരാൻ കാര്യം, എനിക്ക് എൻ്റെ നാവിൻ്റെ സൈഡിലായിട്ടൊരു മുട്ടസൂചിയുടെ വലിപ്പത്തിലൊരു കുരു പോലെ വന്നിട്ട് അത് ഭയങ്കര വേദനയായിരുന്നു. അത് കുറേ നാൾ ഞാൻ കൊണ്ടു നടന്നു. എനിക്ക് കൂലിപ്പണിയൊക്കെയാണ്. ഞാൻ കുറേ നാൾ കൊണ്ടുവരുന്നത്, ഞാൻ അത്ര കാര്യമാക്കിയില്ല. അപ്പോൾ അതിങ്ങനെ പണിക്ക് പോകുന്ന കൂട്ടത്തിൽ അതിങ്ങനെ വേദന എടുക്കുന്നു, ബ്രഷ് ചെയ്യുമ്പോൾ വേദന എടുക്കുന്നു, ഫുഡ് കഴിക്കുമ്പോൾ എരിച്ചിലുണ്ട്. അതൊക്കെ സാധാരണ രീതിയിൽ ഞാനിങ്ങനെ കൊണ്ടു നടന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോഴും അത് വേദന പെയിൻ കൂടി അത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പോയി, ഡെൻ്റൽ ക്ലിനിക്ക്. അപ്പം നീ പല്ല് വല്ലതും കൊള്ളുന്നതാണോ എന്ന് കരുതി ഞാനവിടെ ഡോക്ടറിൻ്റെ അടുക്കൽ ചെന്നിട്ട് സാറിനെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞ്, നമുക്ക് ഒരു പല്ലിനൊരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്, അത് വേണേൽ നമുക്കൊന്നുണ്ടെ പല്ലങ്ങ് എടുത്തേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പല്ല് ഞാൻ ഒരെണ്ണം എടുപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, പിന്നെ പല്ലെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു നല്ല സർജനെ പോയി കാണണം. അപ്പോൾ അവിടെ വലിയൊരു തടിപ്പായിട്ടുണ്ട്, ഒരു കുറേ നാളായി ഇത്. അപ്പോൾ അത് അവിടെ ഇച്ചിരി പൊട്ടി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ബയോപ്സി അത്യാവശ്യമായിട്ടും വേണമെന്നും പറഞ്ഞു. പക്ഷേ അത് കേട്ടപ്പോൾ എനിക്ക് അത്ര പേടിയോ ഭയമോ ഒന്നും തോന്നിയില്ല. ഞാൻ വിചാരിച്ച സാധാരണ ബയോപ്സി ഒക്കെ വേണമെന്നുള്ള രീതിയിൽ അവർ പറഞ്ഞായിരിക്കും, ഡോക്ടർ പറഞ്ഞായിരിക്കും വെച്ചു. ഞാനും എൻ്റെ വൈഫും ഉണ്ടായിരുന്നു. ഞങ്ങൾ പിറ്റേ ദിവസം ഒരു ദിവസം കൂടെ കഴിഞ്ഞാണ് ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കോഴഞ്ചേരി സർജനെ കൊണ്ട് കാണിച്ചു. അപ്പം സർജനെ കൊണ്ട് കാണിക്കുമ്പോൾ ഡോക്ടർ നോക്കിയപ്പം പറഞ്ഞു, ഇതൊത്തിരി വൈകിപ്പോയല്ലോ, പിന്നെ ഇതിനിപ്പോൾ ചെയ്യാനൊന്നുമില്ല, ഇത് ബയോപ്സി എടുക്കണം, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യം ഏതായാലും തൽക്കാലം 2 ദിവസത്തേക്ക് ഓയിൽമെൻറ്റും പെയിനുള്ള ഗുളികയും കൂടെ തന്നുവിടാം എന്ന് പറഞ്ഞു. പക്ഷേ വളരെ മനോവിഷമത്തോടെയാണ് ഞാനത് കേട്ടത്. രണ്ടാമത്തെ ഡോക്ടറിൻ്റെ നിന്നാണ് അത് കേൾക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞു, ഏതായാലും വന്നില്ലേ, അത് അടുത്ത ഒരു ഡെൻ്റൽ സാറിനെ കൂടെ അപ്പുറത്ത് കാണിക്കുക, പുള്ളി എന്താ പറയാമെന്ന് അറിയത്തില്ല, അവിടെയും കൂടെ കാണിക്കാൻ പറഞ്ഞു. അപ്പം ഞാനും വൈഫും അടുത്ത ഡോക്ടറിൻ്റെ അടുക്കൽ ചെന്ന് ഡെൻ്റലിനെ കാണിച്ചു. അപ്പോൾ സാറ് നോക്കിയപ്പോഴും പറഞ്ഞു, ഇത് ഒരുമാതിരി ക്രിട്ടിക്കലായിപ്പോയി, നിങ്ങൾ പേടിക്കണ്ട സിസ്റ്ററെ, ഇതിന് ബയോപ്സി ഏതായാലും വേണം, ഇത് മരുന്നുണ്ടല്ലോ, ഇനിയിപ്പോൾ പേടിക്കണ്ട, ദൈവത്തെ വിളിക്കുക അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഞങ്ങൾ ആകെപ്പാടെ ടെൻഷനായി. 3 ഡോക്ടർമാരും പറഞ്ഞു ക്യാൻസർ ആണെന്നുള്ളത് ഉറപ്പിക്കുകയാണ്. അവർ മുഖത്ത് നോക്കി എന്നോട് പറയാൻ പേടിയായിരുന്നു. കാരണം എനിക്കത് കേൾക്കാനുള്ളൊരു അവസ്ഥയല്ലാന്ന് അവർക്ക് മനസ്സിലായി. അപ്പം അത് എൻ്റെ പെങ്ങൾ ഉണ്ടായിരുന്നു, പെങ്ങളോട് അത് ഒരു ചെറിയ ക്ലൂ അവർ കൊടുക്കുകയും ചെയ്തു. ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ അവിടെ നിന്ന് തന്നെ ഓയിൽമെൻറ്റും ഒക്കെ തന്ന് ഞങ്ങൾ ഇനി പോന്നു. ബയോപ്സിക്കുള്ള ഡേറ്റ് തരാമെന്ന് പറഞ്ഞ് ഡേറ്റ് തന്നു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ബയോപ്സി ചെയ്യാനായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന 2 ആഴ്ചയുണ്ട്. ആ സമയത്താണ് ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ വരുന്നത്. അങ്ങനെ വന്ന് ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ എന്ത് ചെയ്യണം എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം ഞങ്ങൾ ഈ ഒരവസ്ഥയിലൂടെ കടന്നു പോയിട്ടില്ല. അങ്ങനെ ഞങ്ങളിവിടെ വന്നു. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റിൽ മാതാവിൻ്റെ തിരുരൂപം കണ്ടപ്പോൾ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടമുണ്ടായി. പിന്നെ ഞങ്ങൾ 2 പേരും അവിടെ നിന്ന് കരയൊക്കെ ചെയ്തു. പിന്നെ അവിടെ നിന്ന് പുറത്തുനിന്ന് മെഴുകുതിരിയും വാങ്ങിച്ചു, ഞങ്ങളവിടെ കത്തിച്ചു, പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അടുത്തൊരു സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചപ്പോൾ അകത്ത് ഇതുപോലെ ഫോം വാങ്ങിച്ചിട്ട് ഫില്ല് ചെയ്ത് ഉടമ്പടി എടുക്കണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തന്നു. അപ്പം ഞാൻ അതുപോലെ ഒന്നും ആലോചിച്ചില്ല, ഞങ്ങൾ നേരെ കയറി ഉടമ്പടിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം ഓർഡർ അനുസരിച്ച് ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു. എണ്ണയും തൈലവും പിന്നെ തേനും മറ്റു കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി ഇത് അടുത്ത ദിവസം തന്നെ ഞങ്ങൾ വെളുപ്പിനെ 4 മണിയാകുമ്പോൾ ഞാൻ വൈഫ് എണീക്കും. 4 മണിയാകുമ്പോൾ എണീച്ച് കുളിച്ച് ഞങ്ങൾ 5:30 ആകുമ്പോൾ തന്നെ ഞങ്ങൾ വിളക്ക് കത്തിച്ച് ഞങ്ങൾ മുട്ടിന്മേൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനും വൈഫും രാവിലെ ആയതുകൊണ്ട് കുട്ടികൾ എണീക്കത്തില്ല. വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അവന്മാർ പന്ത് കളിച്ചില്ല വരുന്നില്ലെങ്കിൽ അവന്മാർ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുട്ടുമേൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. തൈലം എടുത്ത് ഞങ്ങൾ 3 പേരുടെയും നെറ്റിക്ക് കുരിശ് വരയ്ക്കുമായിരുന്നു. അതുപോലെ കാശുരൂപം ഇട്ട് ഞങ്ങളെല്ലാവരുടെയും ദേഹത്തും ശരീരത്തും എല്ലാം കുരിശ് വരയ്ക്കുമായിരുന്നു.
പിന്നെ അതുപോലെ എൻ്റെ നാവിൽ എൻ്റെ അസുഖം മാറണേ എന്ന് പറഞ്ഞ് ഞാൻ ആ കാശുരൂപം കൊണ്ട് കുരിശ് വരയ്ക്കുമായിരുന്നു. അങ്ങനെ ഉപ്പിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് ഇവിടെ നമ്മളെ കൃപാസന മാതാവിൻ്റെ ഉപ്പും മഞ്ഞളും ഇട്ട് വെള്ളം തിളപ്പിച്ച് എൻ്റെ വൈഫ് എനിക്ക് തരുമായിരുന്നു. അതിട്ട് ഞാൻ കവിള് കൊള്ളുമായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞങ്ങളിതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, എന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഞാനിവിടെ വന്നു പ്രാർത്ഥിച്ചു. ഞങ്ങൾ ബയോപ്സിയുടെ ദിവസം ചെന്നിട്ട് ബയോപ്സിക്ക് വേണ്ടി പിന്നെ തിയേറ്ററിൽ കടന്ന് ഞാൻ കിടക്കുന്നുണ്ടേ ഡോക്ടർ വന്നിട്ട് ഈ സത്യത്തിൽ എനിക്ക് വെള്ളം പോലും ഇറക്കാൻ പറ്റത്തില്ല, ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, വർത്തമാനം പറയാനൊക്കത്തില്ലായിരുന്നു, പ്രാർത്ഥിക്കാനൊക്കത്തില്ലായിരുന്നു. ഞാൻ എന്നിട്ടും വേദന സഹിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ നാവിൽ നിന്ന് ബ്ലഡും വെള്ളവും വരുമായിരുന്നു, പഴുപ്പ് പോലെ വരുമായിരുന്നു. ഞാനത് വൈഫിനോട് ആദ്യമൊന്നും പറയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ പറയേണ്ട അവസ്ഥ എനിക്ക് വന്നു. എന്നിട്ടും ഞാൻ എൻ്റെ വീട്ടിൽ ആദ്യമായിട്ടാണ് ബൈബിൾ വരുന്നത്. ഞാൻ അടുത്തുള്ള ഒരു ചർച്ചിൽ പോയിട്ട് അവിടുന്ന് ബൈബിൾ ഞാൻ വാങ്ങിച്ചു. ഞങ്ങൾ പിന്നെ ദിവസവും ബൈബിൾ ഞങ്ങൾ വായിക്കും, മൊത്തം വായിക്കും. ഞാനും എൻ്റെ വൈഫും വായിക്കുമായിരുന്നു. ഏറ്റവും ഞങ്ങളുടെ അടുത്ത് മെയിനായിട്ട് ഞാൻ ജോലിക്ക് പോകുന്ന വീട്ടിലെ കുറേ വീട്ടിലെ ക്രിസ്തീയ വീട്ടിലാണ് ജോലിക്ക് പോകുന്നത്. അവരെല്ലാം എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുവാനും അവർ അതുപോലെ എന്നെ ഇഷ്ടവും താല്പര്യമായിരുന്നു. അവരൊക്കെ എനിക്ക് ഓരോ വചനങ്ങൾ പറയും, അവരുടെ പള്ളിയിൽ പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ 91 സങ്കീർത്തനമൊക്കെ എന്നോട് വായിക്കാൻ പറഞ്ഞു. ഞാൻ സ്ഥിരമായിട്ട് ഞങ്ങൾ വായിക്കുമായിരുന്നു. ബൈബിള് ഒരു 4 മണി തൊട്ട് 5:30 തൊട്ട് ഒരു 7 മണി 6 മണി 6:30 7 മണി വരെയെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. കരഞ്ഞു തന്നെയായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ബയോപ്സി എടുക്കാൻ അന്ന് തിയേറ്ററിൽ കിടന്നപ്പോൾ നാക്കിൽ വേദനയുള്ള നാക്കിലായിരുന്നു, ഭയങ്കര വേദനയായിരുന്നു. തൊടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ എന്നെ 3 ഇഞ്ചക്ഷനാണ് നാക്കിൽ കുത്തി വെച്ചത്. പക്ഷേ അന്നേരവും ഞാൻ ആ വേദന സഹിച്ച് ഞാൻ കണ്ണടച്ച് എൻ്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ മാതാവിൻ്റെ രൂപം എൻ്റെ മനസ്സിൽ എന്താ വരാത്തതെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ ഇവിടുത്തെ ആ സ്വരൂപമാണ് എൻ്റെ മനസ്സിൽ അന്നേരം തെളിഞ്ഞു വന്ന്. അതുമാത്രമായിരുന്നില്ല. അതെങ്ങനെ ഞാൻ എൻ്റെ വൈഫിനോട് ഇറങ്ങി വന്നപ്പം പിറ്റേ 2 ദിവസം മുമ്പ് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, നാക്ക് മുറിച്ചതായിരുന്നു. നാക്കിൻ്റെ ഒരു പീസ് എൻ്റെ വൈഫിൻ്റെ കയ്യിൽ ഡബ്ബയിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ലാബിൽ കൊടുക്കാൻ. അതുകൊണ്ട് എനിക്ക് നാക്കിലെ വായി മൊത്തം ബ്ലഡും ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആ മനസ്സിൽ പിറ്റേ ദിവസമാണ് അത് അവളോട് പറയുന്നത്. ആ രൂപം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക. മാതാവിനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ കിടന്നുകൊണ്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു, മാതാവേ എന്തുകൊണ്ട് എനിക്ക് പ്രത്യക്ഷപ്പെടുന്നില്ല. പക്ഷേ ആ രൂപം എൻ്റെ മനസ്സിൽ മാറിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഉടമാതാവ് ഉണ്ടെന്ന്. ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പുറത്ത് വന്നു. സംസാരിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല, കാരണം വായെല്ലാം സ്റ്റിച്ചിട്ട് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു 2 ആഴ്ചയും കൂടെ കഴിഞ്ഞപ്പോൾ 3 ആഴ്ച കഴിഞ്ഞ് റിസൾട്ട് വരത്തുള്ളെന്ന് പറഞ്ഞു. തുടരെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് രാവിലെ വരെ ഞങ്ങൾ ആ കൃത്യമായ 4 മണിക്ക് എണീച്ച് 5:30 പ്രാർത്ഥിക്കും, വിളക്ക് കത്തിക്കും, നീലമെഴുകുതിരി കത്തിക്കുകയും വൈകിട്ടും അതുപോലെ എവിടെ പോയിട്ട് വന്നാലും കൃത്യം 6 മണിക്ക് ശേഷം തന്നെ ഞങ്ങൾ തിരി കത്തിച്ച് ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ചെയ്ത് ഇപ്പം അടുത്ത ദിവസമാണ് ഇന്നലെ മിനിഞ്ഞാന്നാണ് ഉച്ച കഴിഞ്ഞ് 2:30 റിസൾട്ട് വരുന്നു. റിസൾട്ട് വരുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. പ്രാർത്ഥിച്ച് റിസൾട്ട് വന്നപ്പോൾ സത്യത്തിൽ എനിക്ക് എൻ്റെ പെങ്ങൾക്ക് വാങ്ങിക്കാൻ പേടിയായിരുന്നു. കാരണം ഡോക്ടർ അതുപോലാണ് ചേച്ചിയോട് പറഞ്ഞത്, സിസ്റ്ററെ പേടിക്കേണ്ട, ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ട്, നമുക്ക് മരുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ചേച്ചിയുടെ കൂട്ടുകാരിയെ വിട്ട് റിസൾട്ട് വാങ്ങിച്ചു. എൻ്റെ മാതാവ് അവിടെ എന്നെ അനുഗ്രഹിച്ചു. റിസൾട്ട് നെഗറ്റീവായിട്ട് തന്നെ എനിക്ക് വന്നു. ക്യാൻസറാന്ന് പറഞ്ഞ് എന്നെ നെഗറ്റീവാക്കി തന്നു. എനിക്കത് ഇവിടെ വന്ന് പറയാൻ ഒരവസരം ഒരുക്കി തന്ന മാതാവിന് ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ അന്നേരം പറഞ്ഞു എൻ്റെ കുടുംബത്തെ വിളിച്ച് ഞാനിവിടെ വന്ന് നന്ദി പറയും. അത് എനിക്ക് സാധിച്ചു. അതുപോലെ ഞാൻ പിന്നെ ഇതുപോലെ ക്യാൻസറായി കിടക്കുന്ന എൻ്റെ ഒരു ജ്യേഷ്ഠനുണ്ട്. എൻ്റെ ജ്യേഷ്ഠനല്ല, ഞങ്ങളുടെ അടുത്തുള്ളതാണ്. ആ പുള്ളിക്ക് ഞാൻ കൂലിപ്പണി എടുത്തുകൊണ്ട് വരുന്ന കാശിൽ നിന്നും ഒരു വീതം ഞാൻ ആ പുള്ളിക്ക് കൊടുക്കുമായിരുന്നു, സ്ട്രെസ്സ് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ശരീരം തളർന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അവന് ഞാൻ കൂലിപ്പണിയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അവനെ ഞാൻ സഹായിക്കുമായിരുന്നു. പിന്നെ ഞാൻ 5 പേരെ ഇപ്പം ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. 5 പേരും രോഗാവസ്ഥയിൽ കിടക്കുന്നവരാണ്. ഒരാൾ മാത്രമേ ഉള്ളൂ, പിന്നെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ട് അവർക്ക് ആരും ഇല്ലാത്തതാണ്. അപ്പോൾ ബാക്കി ഇത്രയും പേരെ ഞാൻ അടുത്ത ഈ 1 മാസമായി ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട്. വയ്യാത്ത അവസ്ഥയായതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ ഓക്കെ ആയി, എനിക്ക് ആരോഗ്യമായി, ഇനി ഞാൻ പണിക്ക് ഇറങ്ങും. അപ്പോൾ ഈ പൈസ ഞാൻ അവരെയും സഹായിക്കാൻ ഞാൻ തയ്യാറാണ്, ഞങ്ങൾ എഴുതി വച്ചിരിക്കുകയാണ്. അതുപോലെ പിന്നെ
ദൈവം ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിന് നിമിത്തം 10 വർഷമായിട്ട് എനിക്ക് എൻ്റെ വീട് പണി നടക്കാൻ, എനിക്കിപ്പോൾ ലൈഫിൻ്റെ ഒരു വീടായി കിട്ടിയിട്ടുണ്ട്. 10 വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു. അപ്പോൾ ഈ വീടിൻ്റെ പണി പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഓരോന്ന് അത് സ്റ്റെപ്പായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഞാൻ 6 നിയോഗങ്ങൾ ഇവിടെ എഴുതിയായിരുന്നു. 6 നിയോഗങ്ങളിൽ ഫസ്റ്റ് എഴുതിയത് എൻ്റെ നാവിൻ്റെ അസുഖം മാറ്റിത്തരണമെന്നായിരുന്നു. അതെൻ്റെ മാതാവ് മാറ്റിത്തന്നു. രണ്ടാമത് എൻ്റെ ഇളയ മോന് ശ്വാസമുട്ടലുണ്ടായിരുന്നു. ഈ കൃപാസനത്തിലെ മാസിക കിട്ടാൻ കാര്യവും ഇവൻ്റെ ശ്വാസമുട്ടലാണ് ഒരു കണക്കിന്. കാരണം ഇവനെ ഞാൻ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ തിരുവോണത്തിന് ഞങ്ങൾ 5 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. ഇവനെ ശ്വാസമുട്ടലായതുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഈ കൃപാസനത്തിൽ ഒരു മാസിക എനിക്ക് അവിടെ കൊണ്ടുവന്ന ഒരാൾ തന്നു. അങ്ങനെ ആ മാസിക കൂടിയാണ് എനിക്ക് ഇവിടെ വരാനും ഇവിടുത്തെ കാര്യങ്ങൾ അറിയാനും സാധിച്ചത്. ഈ മാതാവ് എനിക്ക് ഇത്രയും അനുഗ്രഹം തന്നതിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും ഞങ്ങൾ അറിയിക്കുകയാണ്.